സന്തുവിൻ്റെയൊക്കെ ദുബായിലത്തെ വണ്ടി കേട്ടോ. ക്യാമറി ഫുള്ള് പൊടിയും പിടിച്ച് കാറ്റും പോയി കിടക്കുക. ചെറിയ എന്തോ മെയിൻ്റനൻസ് ഉണ്ട്, ചുമ്മാ ഇട്ടേക്കുവാന്നേ. വണ്ടി റിപ്പയർ ചെയ്തെടുക്കാനുള്ളതിന് സൺഡേ കണ്ട കൊണ്ടുപോകുന്നു പറഞ്ഞു വരും കേട്ടോ. ഇതവിടെ താമസിച്ചുകൊണ്ടിരുന്ന ഫ്ലാറ്റിൻ്റെ അടിവശത്താണ്. അവിടെ ജീപ്പിൻ്റെ ഏതോ ഒരു വണ്ടി കിടപ്പുണ്ട് കേട്ടോ. കണ്ടോ? ഇന്നിപ്പോൾ ചെറിയ ചെറിയ പരിപാടിയുണ്ട്. ഷാർജയിലൊന്ന് പോകുന്നുണ്ട്. ചെറിയ എന്തൊക്കെയോ പരിപാടി, എന്തെങ്കിലും കിട്ടുവാണെങ്കിൽ എടുത്തിട്ടാട്ടോ. വണ്ടികളൊക്കെ വളരെ പതുക്കെയാട്ടോ പോയിക്കൊണ്ടിരിക്കണേ. നമ്മളിത് ഈ സിറ്റി ഗേറ്റ് എന്ന് പറഞ്ഞ ബിൽഡിങ്ങിൽ ചെറിയൊരു മീറ്റിംഗ് ഉണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇവിടെ വന്നതാട്ടോ. എൻ്റെ മുന്നോ. പക്ഷെ നമ്മുടെ അവിടുത്തെ വെച്ച് നോക്കുമ്പോൾ ഒരു ഗുണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ അവിടെ വണ്ടി പോയി കഴിഞ്ഞാൽ പാലം എല്ലാം കിടന്ന് കുലുങ്ങും. ഇവിടെ പിന്നെ ഒരു അനക്കവും സംഭവിക്കുന്നില്ല. വണ്ടിയൊക്കെ അമ്മാതിരി പോക്കാ പോകുന്നത് കേട്ടോ. നല്ല രസമല്ലേ ഈ ചെടി മരം കാണാൻ. ഈ ബിൽഡിങ്ങിൻ്റെ മേളിലേക്കാട്ടോ പോകണേ. നല്ല വെയിലുണ്ട് കേട്ടോ, നല്ല ചൂടും ഉണ്ട്. വാട്ടർ റൈഡൊക്കെ നടക്കുന്നുണ്ട് അവിടെ. ഞങ്ങൾ ജസ്റ്റ് ഇവിടെ ഒരു ഓഫീസിൽ വന്നായിരുന്നു. രാവിലെ ഇവിടെ തന്നെയായിരുന്നു. കണ്ടോ, വെസ്റ്റ് ഫോർഡ് എഡ്യൂക്കേഷൻ ഗ്രൂപ്പ്. ഒരു ചെറിയൊരു പരിപാടി ഉണ്ട്, അതിന് വേണ്ടിയിട്ട് ജസ്റ്റ് ഒന്ന് ഓഫീസ് വരെ വന്നതാണ്. ഇനി നമ്മുടെ മിഥുംബ്രോ ഉണ്ട് കേട്ടോ അവിടെ. അപ്പോൾ പുള്ളി ഇപ്പം വന്ന് പിക്ക് ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ട്. നമ്മൾ ജസ്റ്റ് താഴത്തേക്ക് ഇറങ്ങി പോകണം. നമ്മുടെ മിഥുംബ്രോനെ കണ്ടെത്തിയിരിക്കുന്നു. ഹായ്, നിങ്ങൾ അവിടെ ചെന്നാലും ഉണ്ടല്ലോ. അല്ല, ഞാൻ എപ്പോഴും ചോദിക്കണല്ലേ തൃശ്ശൂർ റൗണ്ടാന്ന് എനിക്ക് ഡൗട്ട് ഉണ്ടെന്ന്. ഇതിന്റെ മേളിലോട്ട് നമ്മൾ നിന്നേ. സന്തു അകത്തുണ്ട്, ഇതുവരെ ഇറങ്ങി വന്നിട്ടില്ല. ഞങ്ങൾ ജസ്റ്റ് വെയിറ്റ് ചെയ്ത് നിൽക്കാന്ന് ഓർത്തു കേട്ടോ. അൺലിമിറ്റഡ് ഫുഡ് കഴിക്കണമെന്നുണ്ടെങ്കിൽ ഈ ബീച്ചിന്റെ പേരെന്താ? മഞ്ചാറോ? ചെറുതായിട്ടൊരു ബീച്ച് കാണാൻ വന്ന കേട്ടോ. ഈ മിഥുംബ്രോ ഞങ്ങൾ ജസ്റ്റ് ഇവിടുത്തെ ഒരു ബീച്ചിലേക്ക് കൊണ്ടുവന്ന കേട്ടോ, മംസാർ. അപ്പോൾ ഈ ബീച്ചിൽ വെച്ചിട്ട് 1-2 സിനിമയൊക്കെ ഷൂട്ട് ചെയ്ത സ്ഥലമാണ്. നമ്മുടെ ദുൽഖർ സൽമാൻ്റെ ഉസ്താദ് ഹോട്ടൽ, അതിൻ്റെ അകത്ത് റിത്തത്താസ് ആൻഡ് കമ്പനി ഇരുന്ന് ഫോൺ വിളിക്കുന്ന സ്ഥലം ഇവിടെയാണ്. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ വരുത്തൻ്റെ അകത്തുള്ള ഒരു പാട്ട് സീൻ, അത് പാട്ട് സീനിലാണ് വരുത്തൻ്റെ അകത്ത്. അവിടെ കൊണ്ട് നിർത്തി. ഇവിടെയാണോ വാട്ടർ റൈഡൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നത്? അവിടെ വെച്ചൊരു ബീച്ച് കണ്ടല്ലോ. അതെ തന്നെ. ചുമ്മാ പിടിച്ചു എന്നതാ, എന്നെ മറിക്കാനോ? എനിക്കൊന്നും വേണ്ടല്ലോ, ഞാൻ ചുമ്മാ ജസ്റ്റ് കാണിച്ചു. ജസ്റ്റ് ചുമ്മാ ഒന്ന് കാണിച്ചു എന്നുള്ളൂ. ഞങ്ങൾ വെള്ളത്തിലൊന്നും ഇറങ്ങാൻ ഉദ്ദേശിച്ചിട്ടില്ല, വെള്ളം അലർജി ആയാലോ. ദുബായിൽ വന്നിട്ട് ദുബായ് കാണുന്നത് ഇപ്പോഴാണ്. ദുബായിൽ 2-3 ബിൽഡിങ്ങുകൾ നമ്മൾ സിനിമയിൽ കാണുന്ന കൂട്ടൊരു ടച്ച് കിട്ടിയത് ഇപ്പോഴാണ്. ഇതിന് മൊത്തം അപ്പുറം മറ്റൊരു ബിൽഡിങ് മൊത്തം ഈ കൺസ്ട്രക്ഷൻ അതുകൂട്ട് സെറ്റപ്പ് സെറ്റപ്പാണ്. ഞങ്ങളെ ബീച്ച് കൊണ്ടേ കാണിച്ചു. ഞങ്ങളിനി അടുത്തടുത്തേക്ക് പോകട്ടോ. കൊള്ളാം. നമ്മുടെ മിഥുൻ ചേട്ടൻ ഇവിടെ ജനിച്ചില്ലെന്നേ ഉള്ളൂ കേട്ടോ. പുള്ളിയുടെ 99% ജീവിതവും ജീവിച്ചു തീർത്തേക്കണേ ഇവിടെ തന്നെ കേട്ടോ. പുള്ളി വേറെ മൂഡായിരുന്നു. പുള്ളി വന്നുകൊണ്ട് ഒരുപാട് സ്ഥലങ്ങൾ കാണാനും പറ്റി കേട്ടോ. ഇവിടുത്തെ ആദ്യത്തെ ടണലല്ലേ? ഫസ്റ്റ് ടണൽ, ഫസ്റ്റ് ഹോട്ടൽ കഴിഞ്ഞു കേട്ടോ. ഇത് ബുക്കൊക്കെ അടുക്കി വെച്ചാണല്ലോ ഈ ബിൽഡിങ്. അല്ല, വേറൊരു കാര്യം കേട്ടോ, ഇങ്ങനെ ഒരു അണ്ടർഗ്രൗണ്ട്. ശരിയാ, ഞാൻ സൗദിയിൽ പോയിട്ടുണ്ടായിരുന്നു. ഇപ്പൊ നമ്മുടെ അവിടെ ഉണ്ടല്ലോ, കുതിരാനിലുണ്ടല്ലോ. ഇത്ര വെളിച്ചമൊന്നുമില്ലാന്ന് തോന്നുന്നു അവിടെ.
ബോട്ട് പോകാൻ വേണ്ടിയിട്ടുള്ള അല്ലേ? ഓ ആ ഇതാ മിക്ക സ്ഥലത്തും ഇങ്ങനെ കാണും, ഇങ്ങനെ മേളിൽ ബോട്ട് പോകണം, അടിയിൽ വഴി പോകണം. സ്വന്തം ബോട്ടല്ലേ? ഇത് ക്വീൻ എലിസബത്തിന്റെ ഷിപ്പായിരുന്നു. അത് പൊളിക്കാട്ടുണ്ട്. പിന്നെ പൊളിക്കട്ടാണത്, പൊളിക്കാട്ടാൻ വേണ്ടി കൊണ്ടുവന്നത്. അതിനുശേഷം ഇവര് ഹോട്ടലാക്കിയത്. വലിയ കാശ് കൊടുത്ത് ഇവര് വാങ്ങിയതാണ്. കാണുന്നു മറ്റേതാണ് ബുർജ് ഖലീഫ. കാണത്തില്ലല്ലോ, വലിപ്പം കൂടിയ ഫ്ലാഗ്. പോസ്റ്റിന്റെ ഹൈറ്റ് വേറെ ഉണ്ടല്ലോ. പിന്നെ നമുക്ക് മൊബൈലിലേക്കൂടെ നമുക്ക് റിമോട്ട് ആക്സസ് ചെയ്യാൻ പറ്റും. ഡിസൈനോട് പറഞ്ഞാൽ മതി, അവർക്കത് ചെയ്യാൻ കാര്യമാണ്. മാളിലേക്ക് ഞങ്ങൾ എൻ്റർ ചെയ്യാൻ വേണ്ടി പോകട്ടെ. ജസ്റ്റ് നമ്മളങ്ങനെ വന്ന് ദുബായ് മാളിൻ്റെ ഉള്ളിൽ കയറി. ജസ്റ്റ് ഇതേ മിഥുൻ ബ്രോയും സന്തു ബ്രോയും കൂടി ഫ്രണ്ടിൽ നമ്മളെ കോർഡിനേറ്റ് ചെയ്ത് പോകുന്നുണ്ട്. അത്യാവശ്യം സ്ഥലങ്ങളൊക്കെ കവർ ചെയ്യാൻ വന്നിട്ടുള്ള മാളുകളെല്ലാം കണ്ടു കേട്ട് ഇങ്ങനെ പോകട്ടെ. ഐസ്ക്രീം സെക്ഷൻസ് ഫുൾ വേറെ ലെവൽ സ്ഥലമൊക്കെ. ചെറുതായിട്ടൊന്ന് ഫുഡ് താങ്ങാൻ വേണ്ടി നിൽക്കുക. കുറച്ച് ഫുഡ് മതിയെന്നും പറഞ്ഞിരിക്കണ്ട കേട്ടോ, ഫുഡ് വേണ്ടാന്നൊക്കെ. ഞെട്ടിപ്പോയി. ഞാനിങ്ങനെ പെട്ടെന്ന് ഇങ്ങനെ തിരിച്ചപ്പോഴേ ഇങ്ങനെ അലയുകയാണ്, ഇരിക്കാനൊരു സീറ്റ് കിട്ടുന്നില്ല. ഞാനിവിടുന്ന് സന്തുവിന് ഹാൻഡ് ഓവർ ചെയ്തിരിക്കുന്നു. നമുക്ക് ഇത് ഓർഡർ ചെയ്യണോ? അൽബേക്ക് ആ ഇതുണ്ട്. അടിപൊളി ഫുഡാട്ടോ. ഞാൻ ഫസ്റ്റ് ടൈം കഴിക്കുന്നത്. ഫസ്റ്റ് ടൈമാണോ? ആ ഫസ്റ്റ് ടൈം. ഞാൻ നൂഡിൽസ് തന്നെ ഷോപ്പിൽ ഓർഡർ ചെയ്തില്ല. ചൈനീസ് ഫുഡിങ് ഒക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ പോകട്ടെ. നമ്മളിപ്പോൾ എങ്ങോട്ടാ പോണേ? ഫൗണ്ടൈൻ. ഓഫ് റോഡൊന്നും പറഞ്ഞു പോയിട്ട് മതി മാളിൽ കയറി ഇറങ്ങി നടക്കുമെന്നും പറഞ്ഞപ്പോൾ കമൻറ്റ് വരാൻ തുടങ്ങും കേട്ടോ. ഒരു മയം ഉണ്ടാവും. അക്യൂറിയം ഇതിൻ്റെ ഉള്ളിൽ കൂടെ നടന്നു പോകാൻ പറ്റുന്ന സംഭവം അത് ഇവിടെയാണോ? ആരും നീ ഓഫല്ലേ? ഓഫല്ലേ? ഓണം. ഒരു തെരണ്ടി കൊണ്ടു കേട്ടോ. ഇതേ വന്നു വലിയ തുറന്നു. ഓ ഇതേ വന്നു താഴ്ത്തുന്ന എൻ്റെ മുഖമൊക്കെ മുറിഞ്ഞിരിക്കുമല്ലോ.
തല പോയി ഇവിടെ ഒരു മുതല കിടപ്പുണ്ട് കേട്ടോ. ഇത് പഠിക്കൂ. ഇതൊരു ഭയങ്കര വലിയ അക്കൂറിയ കേട്ടോ. എൻ്റെ പൊന്നോ, എന്ത് ഹൈറ്റാണെന്നുണ്ടോ. 3 നിലയുടെ പൊക്കമുണ്ടെന്നാണ് അതിൻ്റെ ഹൈറ്റ് തന്നെ. ഷാർക്കും എല്ലാ സാധനം ഉണ്ട്. തെരണ്ടിയുണ്ട്, ഓൾ ഐറ്റംസ് ഉണ്ട് എൻ്റെ അകത്ത്. ഇത് പിള്ളേരുടെ ഷോപ്പാട്ടോ. ക്യാൻഡീസിന് വേണ്ടി മാത്രമായൊരു ഷോപ്പ്. പിള്ളേരെ കൊണ്ടൊക്കെ ഒന്നല്ല ഇതാട്ടോ ഫുൾ അക്വേറിയത്തിൻ്റെ ടോട്ടൽ വ്യൂ. ടോപ്പിൽ കണ്ടോ സ്റ്റാർ തെളിഞ്ഞിരിക്കണ പോലെ. നമ്മളിതേ ദുബായ് മാളിൽ നിന്ന് പുറത്തിറങ്ങി നിൽക്കുന്നത് നമ്മുടെ ബുർജ് ഖലീഫയുടെ ഫ്രണ്ടിൽ. ഇവിടെയാട്ടോ വാട്ടർ ഡാൻസ് വരുന്നത്. ഇനിയിപ്പോൾ സ്റ്റാർട്ട് ചെയ്തിട്ടില്ല. അയ്യോ, ജസ്റ്റ് തല ഇറങ്ങണു ഗൈസ്. ഇത് വേറൊരു ലോഗോ കേട്ടോ. വാട്ടർ ഫൗണ്ടൻ സ്റ്റാർട്ട് ചെയ്യാറ്. പോകട്ടോ. തിരക്കായി കഴിഞ്ഞാൽ പിന്നെ പോക്ക് റിസ്ക്കാണ്. അപ്പോൾ അതുകൊണ്ട് ഇറങ്ങി പോവാം. അത് കുറേ ലെറ്ററിങ് ഒക്കെ എഴുതി കാണിച്ചു തുടങ്ങി കേട്ടോ. ലേക്കുള്ള എൻട്രൻസ് ആട്ടെ ഇവിടെ നിന്നാണ് പിന്നെ മേളിലേക്ക് കയറി പോകുന്നത്. നമ്മൾ പക്ഷേ എൻ്റെ അടുത്ത് കയറാൻ ഉദ്ദേശിച്ചിട്ടില്ലാത്തതുകൊണ്ട് പിന്നെ ആ പ്രശ്നം ചിന്തിക്കേണ്ട കാര്യമില്ലല്ലോ. അവിടെ തിരിച്ചിറങ്ങി പോകാൻ നൈസായിട്ട്.
ദുബായ് നഗരം തലകുത്തി വെച്ചേക്കോ. ഇതിൻ്റെ ഉള്ളിൽ തന്നെ പരിപാടി അപ്പം? ആ അതേ ഉള്ളൂ. നല്ല രസമുണ്ടല്ലേ? വാവ് സൂപ്പർ. നമ്മുടെ ദുബായിനെ തലകുത്തി വെച്ചേക്കോ കേട്ടോ. കണ്ടോ ഫ്ലൈറ്റ് പോകുന്നതും ഹെലികോപ്റ്റർ പോകുന്നതും അതിൻ്റെ നിഴലും എല്ലാം അതിനകത്ത് കറക്റ്റ് വരുന്നുണ്ട് കേട്ടോ. ഓ സംഭവം നല്ലത് അടിപൊളിയായിട്ടുണ്ട്. ഫുൾ LED ഡിസ്പ്ലേ വരുന്ന ഫുള്ള്. അതിനിടയ്ക്ക് 3D പ്രോജക്റ്റുകളും ഉണ്ട്. ഇത് പിള്ളേർക്ക് കളിക്കാനുള്ള ഗെയിം സെക്ഷൻ ഏരിയാസാണ്. കൊള്ളാം മോഡേഷ്. ജസ്റ്റ് ഇറങ്ങി പോവാട്ടോ. നല്ല പൈസയായിട്ട് വന്നു കഴിഞ്ഞാൽ തകർക്കാം ഇവിടെ. അതല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ കാർഷിക മേളയും പുഷ്പമേളയൊക്കെ നോക്കിക്കണ്ട് നടക്കൂലേ, അതുപോലെ നടക്കാട്ടോ. ഞങ്ങൾ 3 പേരും തേരാപ്പര നടക്കുമല്ലോ ഇങ്ങനെ. ആവും കയറി വന്ന വഴി തിരിച്ചിറങ്ങിട്ടോ. എന്നിട്ട് കെപ്പിച്ചല്ലോ. ഞങ്ങളവിടെ ഉണ്ടല്ലോ ഇത് കൂടെ വച്ച റോഡിന്റെ നടുക്ക് ഈ ഓടയ്ക്കകത്ത് കമ്പി ഇടും. അതിന്റെ മേളിൽ കൂടെ വണ്ടി കയറുമ്പോൾ ഇതേ വച്ചേക്കണേ. ഇവിടെ പൈസ കൊടുത്ത് കേൾപ്പിക്കണു. അവൻ പൈസ കൊടുത്ത് ലക്ഷങ്ങൾ കൊടുത്ത് കേൾപ്പിക്കണു. കണ്ടില്ലേ? ഇവിടെ ഒരു അരമണിക്കൂർ നിന്ന് കഴിഞ്ഞാൽ നമ്മുടെ തൊലിയെ കുരിഞ്ഞെടുക്കായിരിക്കും അല്ലേ? ഒരു അരമണിക്കൂർ നിന്നാ നമ്മുടെ തൊലിയെ കുരിയാൻ പറ്റുമായിരിക്കും അല്ലേ ഇവിടെ? ഓ ഇതിപ്പോൾ എങ്ങോട്ട് നോക്കണം, ഏത് വണ്ടി നോക്കണം എന്നുള്ള കൺഫ്യൂഷൻ മാത്രമേ ഉള്ളൂ കേട്ടോ. എന്തേ ഡബിൾ ഡോറ് ഇത് റുബിക്കോണല്ലേ? ആ ലിഫ്റ്റ് ചെയ്തേക്കുന്ന സാധനം കേട്ടോ. ഡബിൾ ഡോറാണ്. കിട്ടുവാണെങ്കിൽ നമുക്ക് ഓഫ് റോഡൊക്കെ പോകാൻ പറ്റും. നമ്മുടെ വില്ലേജ് ജീപ്പൊക്കെ പോലെ തന്നെ ഉപയോഗിക്കാം. വലിപ്പം കുറവാട്ടോ ഇതിന്. ആ അപ്പോൾ അങ്ങനെ ഇവിടുത്തെ കറക്കം ഇങ്ങനെ ഇറങ്ങുവാണ്. ആ കാണല്ലേ ലൈബ്രറി അല്ലേ? ചുമ്മാ രാവിലെ എണീറ്റിട്ട് നമ്മൾ കിടന്ന ബിൽഡിങ്ങിൻ്റെ മേളിൽ ചുമ്മാ കയറിയതാട്ടോ. വലിയ ഹൈറ്റ് ഒന്നുമില്ല, ഒരു 2 നില ബിൽഡിംഗ് ആട്ടോ ഇത്. അപ്പോൾ ഓരോ വണ്ടികളൊക്കെ ഇങ്ങനെ വന്ന് പോകണം കാണാൻ ഭയങ്കര രസം. ചുമ്മാ നോക്കി നിൽക്കുമായിരുന്നു അങ്ങോട്ട്. കണ്ടോ? എനിക്ക് ഭയങ്കര സന്തോഷം കേട്ടോ. ഞങ്ങൾ കേൾക്കണ ഈ ബിൽഡിങ്ങിൽ തന്നെ നമ്മുടെ ഒരു സബ്സ്ക്രൈബർ ഉണ്ട് കേട്ടോ. അവനാണെങ്കിൽ രാവിലെ കണ്ടത് ഓടി വന്നു. പക്ഷെ അവൻ ഡ്യൂട്ടിക്ക് പോകാൻ താമസിച്ചെന്നും പറഞ്ഞ് തിരിഞ്ഞ് ഓടി കേട്ടോ. അത് വേറൊരു കാര്യം. അപ്പോൾ പുള്ളി വൈകിട്ട് വരുമ്പോൾ കാണാമെന്ന് പറഞ്ഞിട്ട് കാണുമ്പോൾ ഞാൻ അവൻ്റെ വീഡിയോ എടുത്തില്ല കേട്ടോ. എന്തായാലും നമുക്ക് നല്ല രസം. പല വണ്ടികളും പല മോഡൽ വണ്ടികളൊക്കെ വന്നിട്ടുണ്ട്. ഇതേ ആ വീട്ടിൽ നമ്മുടെ ജിമ്നി കിടപ്പുണ്ട് കേട്ടോ. കണ്ടോ പച്ച? അതിപ്പോൾ ജസ്റ്റ് അവിടെ നിന്ന് വന്ന് കയറി പോയതാട്ടോ. അങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുമായിരുന്നു കേട്ടോ. നല്ല രസമായിട്ട് ഇവിടുത്തെ പരിപാടിയും കാര്യങ്ങളൊക്കെ. എനിക്ക് കുറച്ച് കഴിഞ്ഞിട്ട് ഫുഡ് കഴിക്കണം, എങ്ങോട്ടിലൊക്കെ പോകണം. ഇവിടെ മുകളിൽ മൊത്തം പരിപാടി സാധനങ്ങളൊക്കെ കേട്ടോ. മൊത്തം ഉണ്ട് ആൻഡ് ഡിഷ് കാര്യങ്ങൾ എന്നൊക്കെയാണോ ഇവിടെ. എല്ലാ പരിപാടിയും ഉണ്ട് ഇവിടെ. ഇത് നമ്മുടെ ഷെയ്ഖ് സായിദ് റോഡാണ്. ഇത് മ്യൂസിയം ഓപ്പൺ ആയിട്ടില്ല കേട്ടോ. നല്ലൊരു ഷേപ്പാട്ടോ. ഇവിടെയാണ് മിക്ക സിനിമകളുടെ മെയിൻ ലൊക്കേഷൻ വരെ ഒരു ഏരിയ ആണ് ഈ റോഡ്. ഇവിടെ നിന്ന് ബുർജൊക്കെ കാണാം കേട്ടോ. ഇത് അതിൻ്റെ ഇടയ്ക്ക് കാണുന്നതാണ് ബുർജ് ഖലീഫ. ഈവനിങ് ആയിക്കഴിഞ്ഞാൽ പൊളിയാണ്. മറ്റേ അത് കാണത്തില്ലല്ലോ ഇപ്പം.
ഈ ഒരു ഏരിയ ഞാൻ എടുത്ത് കാണിക്കണതിൻ്റെ കാര്യം എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട ഒരു സ്ഥലമായി പോയിട്ടോ. കാരണം അത്രയധികം മനസ്സുകൊണ്ട് ക്യാച്ച് ചെയ്തൊരു ഏരിയ ആയിപ്പോയി. ഞാൻ അതുകൊണ്ടാണ് എൻ്റെ വീഡിയോസ് ഇങ്ങനെ കണ്ടിന്യൂ ചെയ്ത് റിപ്പീറ്റ് ചെയ്ത് കാണിക്കണേ. അത് നിങ്ങളും കാണുമ്പോൾ എത്രത്തോളം ഭംഗിയുണ്ടെന്ന് നിങ്ങൾക്കും മനസ്സിലാക്കാൻ പറ്റും. ഇതിൻ്റെ നൈറ്റ് വ്യൂ വരുന്നുണ്ട്, അതും ചെയ്തിട്ടുണ്ട്. പക്ഷെ എന്തൊരു ഭയങ്കര അറ്റാച്ച്മെൻറ്റ് എനിക്ക് വന്നു കേട്ടോ. ഭയങ്കര സന്തോഷമായി പോയി. അല്ല വണ്ടിയൊക്കെ പോകണത് എന്ത് ഓർഡറിലാണെന്ന് കണ്ടോ. ഒരു പ്രത്യേക രസം. അതുകൊണ്ടാണ് ഇങ്ങനെ കണ്ടാലും കൊതി തീരണില്ല എന്നൊരു തോന്നൽ. ലൈറ്റൊക്കെ ചെറുതായിട്ട് തെളിഞ്ഞു തുടങ്ങി. ഈവനിങ്ങിലേക്ക് സ്റ്റാർട്ട് ചെയ്തുകൊണ്ടിരിക്കോട്ടോ. വണ്ടികളിലൊക്കെ ലൈറ്റ് വന്നു തുടങ്ങി. അപ്പോൾ അങ്ങനെ ഫുള്ള് ലൈറ്റിങ് വരുമ്പോൾ അടിപൊളിയാകും. അപ്പോഴേക്കും നമുക്ക് നമ്മുടെ വീഡിയോയിൽ എത്രത്തോളം ക്ലിയർ ആയിട്ട് കിട്ടുമെന്ന് അറിയത്തില്ല. എന്തായാലും നമ്മളെയും കൊണ്ട് പറ്റുന്നോളം നമ്മൾ ചെയ്ത് കാണിച്ചു തരാം കേട്ടോ. കണ്ടോ വണ്ടിയൊക്കെ പോണത് കണ്ടോ, എന്ത് രസമാണെന്ന് നോക്കി. ഞങ്ങളതിനെ നവാസ്ക്കാട് അവിടെ നിന്ന് ജസ്റ്റ് ഞങ്ങൾ ഗ്രീക്ക് ഹാർബറിലേക്ക് വന്നു കേട്ടോ. ഒരു ലൊക്കേഷൻ തപ്പി വന്നതാണ്. നവാസ്ക്ക പൊളിയാട്ടോ. നമ്മുടെ കരീബിയൻ്റെ കപ്പലാട്ടോ. ഇവിടെ നോക്കിയാൽ പക്ഷെ നേരിട്ട് കാണുമ്പോൾ ഒരുപാട് കാണാനുണ്ട് കേട്ടോ. കാരണം അപ്പുറം സൈഡിൽ നമ്മുടെ ബുർജ് ഖലീഫയും അവിടുത്തെ ബിൽഡിങ്ങുകളെല്ലാം നേരിട്ട് കാണാം. പക്ഷെ നമ്മുടെ മൊബൈലിൽ എടുത്ത് കഴിയുമ്പോൾ അത്ര ക്ലിയർ ആയിട്ട് കിട്ടുന്നില്ല കേട്ടോ. പിന്നെ ഇതൊരു പാർക്ക് സ്റ്റാർട്ട് ചെയ്യണതാണ്. പക്ഷേ അധികം ക്ലൗഡൊന്നും വന്നു തുടങ്ങിയിട്ടില്ല. നല്ല മനോഹരമായൊരു സ്ഥലമാണ് കേട്ടോ. കുറച്ചുകൂടി കഴിയുമ്പോൾ എന്തായാലും നല്ലൊരു ആളും ബഹളമൊക്കെ വരും എന്ന് തന്നെ എനിക്ക് ഉറപ്പാണ്. അതാണല്ലേ ഐ ലവ് UAE എന്നും പറഞ്ഞിട്ട് സംഭവം നൈസാട്ടോ. നല്ല രസമാണ്. നമുക്ക് ചുമ്മാ ഇവിടെ വന്ന് വർത്തമാനം പറഞ്ഞിരിക്കാനും ഒക്കെ തോന്നുന്നൊരു സ്പോട്ടാണ്. ഞങ്ങൾ പിന്നെ ഇവിടുന്ന് തിരിച്ച് വീണ്ടും നവാസ്ക്കാടെ വീട്ടിലേക്ക് പോയി. ചെറിയൊരു ഷൂട്ട് നിങ്ങളെ കാണിച്ചു എന്നുള്ളൂ. അതെ, നായകൻ, കഥയിലിക്കറിഞ്ഞ നായകൻ, കഥയിലെ ഷൂട്ടൊക്കെ വരും, സ്വാഭാവികം. നമ്മുടെ ദുബായിയുടെ ഒരു നൈറ്റ് ലൈഫ് എന്ന് പറഞ്ഞാൽ ഒരു ഭയങ്കര രസമാട്ടോ. ഇതിൻ്റെ പകൽ ടൈമിലുള്ള വ്യൂ ഞാൻ കാണിച്ചിരുന്നു. ഓ, നമ്മുടെ നവാസ്ക്കാടെ ഫ്ലാറ്റിൽ നിന്നുള്ള വ്യൂ ആട്ടോ, ഒരു രക്ഷയില്ല കേട്ടോ. എന്താന്ന് നോക്കാം അതിൻ്റെ വ്യൂ. വണ്ടി പോണത് തന്നെ നോക്കി, ഭയങ്കര രസമല്ലേ ഓരോ വണ്ടി പോണത് കാണാൻ. നമ്മുടെ അവിടെയൊക്കെ ആണെങ്കിലോ കുറേ ഹോണടി കഴിഞ്ഞിട്ട് ഒരു ബഹളം. ഇവിടെ ഒരിടത്ത് വണ്ടി ഹോണടിക്കണേ കാണണ്ട. ഞങ്ങൾ നേരത്തെ ചെറിയൊരു ഡ്രൈവ് പോയപ്പോഴേക്കും ഒരു വണ്ടി ഹോണടിക്കുന്നു. ഒട്ടം തന്നെ പോലീസ് അവിടെ പരിസരത്ത് എവിടെയെങ്കിലും ഒരു പോലീസ് വണ്ടി ഉണ്ടെന്നുണ്ടെങ്കിൽ ഒട്ടം തന്നെ പുള്ളി ഒരു ലൈറ്റ് അങ്ങ് ഇടും. അപ്പം തന്നെ മിണ്ടാണ്ടിരിക്കും. പിന്നെ ഒരു മനുഷ്യൻ വേണ്ടില്ല. പിന്നെ ആകെ ഹോണടിച്ച് ഞാൻ കണ്ടത് നമ്മുടെ മിഥുൻ ചേട്ടനാ. പുള്ളി 1-2 അടുത്ത് ഹോണടിച്ചോടൊപ്പം ഉണ്ടായിരുന്നു. അതല്ലാണ്ട് വേറെ ഒരു പ്രശ്നവും ഇല്ലാട്ടോ ഇവിടെ. നൈസാണ്. ഇതേ നമ്മുടെ ബുർജ് ഖലീഫ ഇതേ കാണാമോ നിങ്ങൾക്ക്? കണ്ടോ, ആ കാണുന്ന ലൈറ്റ് കാണുന്നതാണ്. അത് കുറേ ബിൽഡിങ്ങുകളുണ്ട് കേട്ടോ ഇവിടെ. സംഭവം നൈസാണ്. ഒരു എന്താ പറഞ്ഞേ, ഭയങ്കര ഒരു പ്രത്യേക തരം ഫീലാണ്. നമ്മളൊക്കെ ഒരിക്കലെങ്കിലും ഇവിടെ വന്നിങ്ങനെ നിൽക്കുമെന്ന് സ്വപ്നത്തിൽ പോലും ചിന്തിച്ചിട്ട് പോലും ഇല്ല കേട്ടോ. അങ്ങനെ ഒരു അവസരം കിട്ടുമെന്ന് ഒരിക്കലും വിചാരിച്ചില്ല. അത് മെയിനായിട്ട് സന്തുവാണ് നമുക്ക് അതിൻ്റെ ആൾ. ഇവിടെ ഇങ്ങനെ എത്താൻ പറ്റിയതും ഇവിടുത്തെ ആളെ പരിചയപ്പെടാൻ പറ്റി. അവർ ഫുഡ് കഴിച്ചു. സംഭവം നൈസായിരുന്നു. ഭയങ്കര സന്തോഷം കേട്ടോ. കാരണം ഈ ഒരു ലെവലിൽ നമുക്ക് ദുബായ് കാണാൻ പറ്റുമെന്ന് ഒരിക്കലും വിചാരിച്ചില്ല. സ്വപ്നത്തിൽ പോലും കണ്ടിട്ടില്ല കേട്ടോ. പക്ഷെ ഇവിടെ ഉള്ളവരൊക്കെ ഒരുപാട് തവണ പോയിട്ടും കണ്ടിട്ടുമൊക്കെ ഉള്ളതായിരിക്കാം. എന്നാൽ ഈ ഒരു വ്യൂ, ഈ ഒരു പൊസിഷൻ അത് ഒരിക്കലും മറക്കാൻ പറ്റണ ഒന്നുമല്ല കേട്ടോ. ഇവിടെ ഞാൻ തന്നെ ഇങ്ങനെ നോക്കി നിന്നെങ്കിലും എനിക്ക് നോക്കി നേരിട്ടും അടുക്കണില്ല. കാരണം എന്തോരം നേരം നോക്കി അവിടെ നിന്ന് ഇറങ്ങാൻ നേരത്ത് ഭയങ്കര സങ്കടമായിരുന്നു കേട്ടോ. അത്രയധികം ഫീലായി. അതുകൊണ്ട് ഞാൻ ഈ എടുത്തെടുത്ത് കാണിച്ചുകൊണ്ടിരിക്കണേ. നമ്മളങ്ങനെ നവാസ്ക്കാടെ ഫ്ലാറ്റിൽ നിന്ന് അങ്ങനെ ഇറങ്ങി തിരിച്ച് നമ്മുടെ റൂമിലേക്ക് പോയിട്ടോ. ഇനി എന്തായാലും അടുത്ത ദിവസം നമ്മൾ ഇതുപോലെ എവിടെയെങ്കിലൊക്കെ പോയിട്ടുണ്ടെങ്കിൽ അതിൻ്റേതായ നല്ല ഡീറ്റെയിലിംഗ് ആയിട്ടുള്ള വീഡിയോസ് ഞാൻ കാണിച്ചു തരാം കേട്ടോ. അതുപോലെ ഓഫ് റോഡ് വീഡിയോ ഒക്കെ വരുന്നുണ്ട്. അപ്പോൾ എന്തായാലും നമുക്ക് അടുത്ത ദിവസം നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരെയും ബൈ.